ഹലോ എവരി വൺ. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ആംബിയയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ കുറച്ച് എന്താ കൊടുക്കേണ്ടത്, ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ചിക്കുന് കൂടുതലായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ബുക്സ് റീഡ് ചെയ്യാൻ, സ്റ്റഡി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ടോയ്സ് ഒക്കെ നോർമലായിട്ട് എല്ലാവരും കൊടുക്കുന്നില്ല. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഇത്തവണ അവൾക്ക് ലേണിങ്ങും ഹെൽപ്ഫുൾ ആവണം, അതേസമയം അവൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗും ആയിരിക്കണം, സർപ്രൈസിങ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് വഴിയായിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് അത്. ഞാൻ ഇന്നുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. എല്ലാം വാങ്ങിയിട്ട് ഞാനത് സീക്രട്ട് ആയിട്ട് ഒളിപ്പിച്ച് വെക്കുക ചെയ്തത്, കാരണം അല്ലെങ്കിൽ അവൾ കണ്ടുപിടിക്കും. അപ്പം നമുക്കിതൊന്ന് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. കുറച്ച് ഓൺലൈൻ ഓർഡർ ചെയ്ത ബുക്സ് ഒക്കെയാണ്, മീൻസ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കത് റാപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് വൺ ഓപ്പൺ ചെയ്യാൻ പോവാണേ. ഇത് സ്പെല്ലിംഗ് ലേൺ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ബോക്സിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് അതുപോലെ പിക്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതെന്താണ് സംഭവം എന്നുള്ളത് അവർക്ക് അത് ലേൺ ചെയ്യാൻ പറ്റും. അതേസമയം സ്പെല്ലിങ്ങും ലേൺ ചെയ്യാൻ പറ്റും. അപ്പം 3 ലെറ്റർ വേർഡ്സ് ഇപ്പൊ പഠിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം റീഡിങ് കുറച്ചും കൂടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായതുകൊണ്ട് അപ്പം എനിക്ക് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അവൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അവൾ ഓൾറെഡി വായിക്കാനായിട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു അവൾ എങ്ങനെ റീഡിങ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഓൺലൈനിൽ നോക്കിയപ്പോൾ എനിക്കിത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് സ്പെല്ലിംഗ്, ലെറ്റ്സ് ലേൺ സ്പെല്ലിംഗ്. അതാണ്, അതായത് 30 സെറ്റ്സ് ഓഫ് പീസസ്, 3 പീസസ് സെൽഫ് കറക്റ്റിംഗ് പസിൽ പോലെ ഇത് ഇങ്ങനെ ഉണ്ടാവും. 3 എണ്ണം കണക്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു നെയിം കിട്ടും. അതേസമയം അതിൻ്റെ ഒപ്പം നമുക്ക് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അപ്പം ഇതാണ് ഒരെണ്ണം. ഇത് അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച ഗിഫ്റ്റ് ഇത് ഒരെണ്ണമാണ്, ഞാൻ ഉദ്ദേശിച്ച ഒരു ഗിഫ്റ്റ്. അപ്പം നെക്സ്റ്റ് ഗിഫ്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം. ഇത് ബ്രില്യൻറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഈ ബുക്കിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ്. നോർമലി ABCD പഠിക്കുക അല്ലെങ്കിൽ 1 2 3 കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നത് നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ അവരെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കും, കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിൽ ഇത്രയും കൊടുത്തതിൽ അപ്പർ കേസസിനെ സർക്കിൾ ചെയ്യാനായിട്ടാണ് ഒരു ആക്ടിവിറ്റി. അപ്പം ഇതില് കളർ ദി ലീവ്സ് ഇൻ ഗ്രീൻ, അതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ടോയ്സ് ഡു യു സീ, സർക്കിൾ ദ നമ്പർ. സോ ദേ ഹാവ് ടു സർക്കിൾ ദ നമ്പർ ഹിയർ, ഹൗ മെനി ടോയ്സ് ദേ ക്യാൻ സീ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവരെ കൂടെ ഇരുന്ന് നമ്മൾ അവരെ ഇൻവോൾവ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലേണിംഗ് ഡെവലപ്മെന്റ് നന്നായിരിക്കും. അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും, ക്രിട്ടിക്കൽ തിങ്കിങ് നന്നാവും, ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പം ഈ പ്രായത്തിൽ ഇത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ബുക്കും കൂടി അവർക്ക് ഗിഫ്റ്റ് ചെയ്യാന്ന്. അപ്പൊ അതാണ് അടുത്ത ഗിഫ്റ്റ്. അപ്പൊ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്താന്ന് നോക്കാം. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ഉണ്ടാവും. ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. അപ്പം അടുത്ത ഗിഫ്റ്റ് BCB UKG വർക്ക് ബുക്ക്, അതായത് ഇംഗ്ലീഷ്, EVS, പ്രീ മാത്സ്, കളറിങ് അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും കൂടി ഉള്ളതാണ് ഈ ബുക്ക്. ഇതും ഒരു ആക്ടിവിറ്റി ബുക്ക് തന്നെയാണ്. ഇതില് ഫോർ എക്സാമ്പിള് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് ഓഫ് ദ പിക്ചർ. അപ്പൊ ഇതിൽ ഏതാണ് സ്റ്റാർട്ടിംഗ് ലെറ്റർ, ആ സ്റ്റാർട്ടിംഗ് ലെറ്റർ വെച്ചിട്ട് പിക്ചേഴ്സ് മാച്ച് ചെയ്യണം. ഇപ്പൊ പെൻസിൽ ആണെങ്കിൽ P, അത് അവർ മാച്ച് ചെയ്യണം. അപ്പൊ ഇതും മറ്റേ ബുക്കായിട്ട് ഏകദേശം സിമിലർ ആണ്, പക്ഷെ കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവുന്നത്.
ഇത് ഫോർ എക്സാമ്പിൾ ഫിൽ ദ മിസ്സിംഗ് ലെറ്റേഴ്സ് ഫ്രം എ ടു സെഡ്. അപ്പം അവൾക്ക് ഓൾറെഡി എ ടു സെഡ് എഴുതാൻ അറിയാം, എന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ എവിടെ മിസ്സായത് എന്താണെന്ന് അവളെ കൊണ്ട് ഞാൻ ഇൻവോൾവ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ അവൾക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവൾ എന്തോ കൂടുതലായിട്ട് ലേൺ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നും, കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും ആള്. അപ്പം കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇവിടെ കൊടുത്തത്, അത് സ്മോൾ ലെറ്റേഴ്സിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ മിസ്സിംഗ് ലെറ്റേഴ്സ് അവളെ കൊണ്ട് ഫില്ല് ചെയ്യിക്കാം. ഇത് പഠിക്കുന്ന പിള്ളേർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, അവർക്ക് കുറച്ചും കൂടെ ലേണിംഗ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ആക്ടിവിറ്റീസിലൂടെ ലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതായിരിക്കും. അപ്പം അവർ സ്കൂൾ ടൈമിൽ നല്ല ആക്റ്റീവ് ആയിരിക്കും. ഐ തിങ്ക് ഇതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കും അവൾക്ക് ഇതും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഗിഫ്റ്റ് ഇതാണ്. എന്താണോ നോക്കാം. ഇതാണ് അവളുടെ ഫേവറേറ്റ് ബുക്ക്. അതായത് ഇത് ക്ലാസിക് സ്റ്റോറീസിന്റെ ബുക്കാണ്. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞാല്. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു 1 2 3 4 5 6 7 8 9 10 ബുക്ക്ലെറ്റ്സ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ബുക്ക്ലെറ്റ്സ്. അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറിയുടെ ബുക്ക്ലെറ്റ്, ഓരോ ബുക്ക്ലെറ്റും ഓരോ സ്റ്റോറിയാണ്. അതായത് ദ ഹോഴ്സ് ആൻഡ് ദ വൂൾഫ്, ഇതൊരു സ്റ്റോറി, അതൊരു കുഞ്ഞു ബുക്ക്ലെറ്റ് ആയിരിക്കും. അങ്ങനെ ഒരുപാട്, അതായത് 10 സ്റ്റോറീസിന്റെ ബുക്ക്ലെറ്റ് ഉണ്ട്. ദ ആൻഡ് ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ, ഇത് വേറൊരു ബുക്കാണ്. അങ്ങനെ 10 ബുക്സ് ഉണ്ട് ഇതിനകത്ത്. അവൾക്ക് സ്റ്റോറീസ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. എന്നും രാത്രി കിടക്കുമ്പോൾ അവൾക്ക് സ്റ്റോറീസ് കേൾക്കണം. അപ്പം ഇംഗ്ലീഷ് ബുക്സ് ആണെങ്കിൽ അതിൽ പിക്ചേഴ്സ് കാണിച്ചിട്ട് അതിൽ സ്റ്റോറീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ സംഭവം അവൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ഇതും എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക്. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ബുക്സ് എല്ലാം, ആക്ടിവിറ്റി ബുക്ക്, എല്ലാ ബുക്കും വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പക്ഷെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ഇത് ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ ജസ്റ്റ് കണ്ടാണ്. അവൾക്ക് ഫ്രോസൺ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രോസൺ കാർട്ടൂണ് കാണാറുണ്ട് ആൻവിയ. അപ്പൊ ആൻവിയക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞതുകൊണ്ട് ഫ്രോസന്റെ സ്റ്റിക്കർ പോലെയുള്ള ഒരു ചെറിയൊരു ബോക്സും കൂടെ വാങ്ങിയായിരുന്നു ഞാൻ. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നോർമൽ ഒരു കണ്ടെയ്നർ പോലെ. ഇത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെല്ലാം കൂടെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം.